നമ്മൾ പാർട്ട് 3 ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. അപ്പോൾ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നട്ട്ഖട്ട് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. छटपट कहा, छटपट പറഞ്ഞു, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? ഇപ്പം നീ ഒഴുകി പോണേന്ന് രക്ഷപ്പെട്ടില്ലേ, ഇനി എന്തിനാ നീ കരയണേ? നട്ട്ഖട്ടിനെ റോത്തെ റോത്തെ കहा, നട്ട്ഖട്ട് കരഞ്ഞും കൊണ്ട് പറഞ്ഞു, തും ഘർ ജാക്കർ മാ സെ മേരി ശിക്കായത് കരുവി, നീ വീട്ടിൽ ചെന്നിട്ട് എന്റെ കംപ്ലൈന്റ് അമ്മോട് പോയി പറയും. അഗർ നാ കറൂ തോ, ഞാൻ പറഞ്ഞില്ലെങ്കിലോ? തോ ജോ കഹോ, അപ്പൊ കുഴപ്പമില്ല, അപ്പൊ എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞു നട്ട്ഖട്ട്. അപ്പൊ എന്താ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേട്ടൻ അനിയനെ പറ്റിയിട്ട് അമ്മോട് പരാതി പറയുമെന്നുള്ള പേടിയാണ് കേട്ടോ അവിടെ അനിയന്. നട്ട്ഖട്ട് കാ റോന ബന്ദ് ഹോ ഗയ, അപ്പൊ നട്ട്ഖട്ട് കരച്ചിലൊക്കെ നിർത്തി. മുझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? അപ്പോൾ ഛട്ട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഈ ബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല പേപ്പർ കൊണ്ട്, അത് നീ ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹെ, ആ അതിനിപ്പോ എന്താ? നട്ട്ഖട്ട് ഖുഷ് ഹോക്കർ ബോല, നട്ട്ഖട്ട് നല്ല സന്തോഷമായിട്ട് പറഞ്ഞു. पर मुझे तैरना नहीं आता, तुम सिखा दोगे? അപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല, നീ അതെനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചേട്ടനോട് അനിയൻ ചോദിക്കുകയാണ്. അനിയനോട് ചേട്ടൻ ചോദിച്ച അതേപോലെ ചേട്ടനോട് അനിയൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാ ഉസ്മേ ക്യാ ഹെ, അപ്പൊ അനിയൻ പറഞ്ഞ അതേപോലെ छटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की, അതായത് ഈ ഛട്ട്പട്ട് എങ്ങനെയാണോ നട്ട്ഖട്ട് പറഞ്ഞത് അതേപോലെ വീണ്ടും അവനെ കോപ്പി ചെയ്തുകൊണ്ട് പറഞ്ഞു. और दोनों भाई हंस पड़े, എന്നിട്ട് രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. लेकिन छटपट ने नटखट का बस्ता पकड़कर पुल की मुंडेरे पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला. പക്ഷേ ഈ ഛട്ട്പട്ട് നട്ട്ഖട്ടിന്റെ ബാഗായിരുന്നു ഛട്ട്പട്ടിന്റെ കയ്യിലുണ്ടായിരുന്നത് അല്ലെ, അപ്പൊ അത് തിരിച്ചു കൊടുത്തിട്ട് സ്വന്തം ബാഗ്, അവൻ അവിടെ താഴ്ത്തിരുന്ന ബാഗ് എടുത്തു കഴിഞ്ഞിട്ട് അവൻ നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൻ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് ചോദിക്കാണ്, അരേ ഛോട്ടേ, അയ്യോ ചെറുതേ, ഹം ദോനോ കെ കപ്പടേ ഭീഗ് ഗയേ ഹെ, നമ്മുടെ രണ്ടുപേരുടെ തുണികളൊക്കെ ആകെ നനഞ്ഞു പോയല്ലോ. ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാ പൂछेंगे तो क्या कहेंगे? അപ്പൊ നമ്മള് നനഞ്ഞ പോയ തുണികളിൽ കാണുകയാണെങ്കിൽ അമ്മ ചോദിക്കില്ലേ, അപ്പൊ നമ്മൾ എന്ത് പറയും? ഹാ ബഡേ അബ്, ശരിയാണല്ലോ, നീ പറഞ്ഞത് ശരിയാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നട്ട്ഖട്ടിനെ ഏക് പൽ സോച്ചാ ഓർ ബോല, നട്ട്ഖട്ട് ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയാണ്, ആവോ ദോഡ് ലഗാത്തെ ഹെ, കപ്പടേ അപ്നെ ആപ് സൂഖ് ജായെങ്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓടാം, ഓടിക്കഴിഞ്ഞാൽ തന്നെ നമ്മള് തുണികളൊക്കെ ഉണങ്ങും. ഹാ യഹ് ടീക്ക് ഹെ, ആ ഇത് ശരിയാ. छटपट ने अपना बस्ता पीठ पर टांगते हुए कहा, ഛട്ട്പട്ട് അവന്റെ ബാഗ് എടുത്ത് അവന്റെ ബാക്കിലിട്ട് കൊണ്ട് പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांग लिया और छटपट के बराबर खड़े होकर दौड़ शुरू करने का अंदाज में बोला. ബസ്ത എന്ന് പറയുമ്പോൾ ബാഗ്, പീഠ് എന്ന് പറയുമ്പോൾ ബാക്കില് പുറത്ത് ഇട്ടുകൊണ്ട്, ടാങ്ക് ലിയ എന്ന് പറയുമ്പോൾ ഹാങ് ചെയ്യുക, ഇട്ടുകൊണ്ട്. ഓക്കെ, അപ്പൊ നട്ട്ഖട്ടും ചേട്ടൻ ചെയ്ത പോലെ സ്വന്തം ബാഗ് ബാക്കിലിട്ടിട്ട് അവനും അവനൊരു ഓട്ടം കോമ്പറ്റീഷൻ ഒക്കെ തുടങ്ങുമ്പോൾ പറയണ പോലെ അവൻ പറയാണ്. ഒരു അന്താസ് എന്ന് പറയുമ്പോൾ, അന്താസ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ, ഒരു ഇന്റൻഷൻ അല്ലെ പറയാണ് അവൻ. ഏക് ദോ തീൻ, 1 2 3, ദോനോ ദോഡ് പടേ. അപ്പൊ നമ്മളതിനെ എണ്ണില്ലേ ഈ കോമ്പറ്റീഷനൊക്കെ മുമ്പ്, അതുപോലെ എണ്ണി കൊണ്ട് അവൻ പറഞ്ഞു. ഇവൻ ചേട്ടന്റെ അതേ പൊസിഷനിൽ വന്ന് നിന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണേ. ദോനോ ദോഡ് പടേ ആകെ പീछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. അവർ ഓടി, ഒരാൾ മുമ്പിൽ ഒരാൾ പിന്നിലായിട്ടല്ല ഓടണേ, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചിട്ടാണ്, പരസ്പരം കൈ പിടിച്ച് അടുത്താണ് അവരെ ഓടിക്കൊണ്ടിരുന്നത്. രണ്ടൊരു കോമ്പറ്റീഷൻ ഓടുന്നത് എന്നുള്ള രീതിയിൽ അവര് അവിടെ ഒട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല, അവർ ഒരുമിച്ച് അവിടെ ആ ഒരു ബോണ്ടാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള കാണുന്നത്. നമുക്കൊരു ബ്രദർ ബോണ്ടാണ് അവിടെ കാണുന്നത്, അല്ലാതെ അവരൊരു കോമ്പറ്റീഷനിൽ ജയിക്കാനായിട്ടല്ല അവിടെ ഓടുന്നത്. അവരുടെ ഒരു ഇന്നസെൻസ്, ഒരു നിഷ്കളങ്കത, അതുപോലെ തന്നെ ആ ഒരു അതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സർദി അഭി ശുരു നഹി ഹുവി ഥി, ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങിയിട്ടില്ല, അതായത് തുടങ്ങാറായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇതില്. മോസം സാഫ് ഥ, മോസം എന്ന് പറയുമ്പോൾ ഒരു അന്തരീക്ഷം, ഒരു ക്ലൈമറ്റ്, വെതർ, അത് ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ചട്കേലി ധൂപ്പ് നിക്ലി ഹുവി ഥി, നല്ല തിളങ്ങണ എന്തുണ്ടായിരുന്നു, ധൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സൺലൈറ്റ്, നല്ല വെയിലുണ്ടായിരുന്നു. ദോനോ ഭായി മസേ മേ ദോടത്തെ ചലേ ഗയേ, രണ്ട് ബ്രദേഴ്സും നല്ല ഫണ്ണായിട്ട് ഓടിക്കൊണ്ടവര് പോയി. നാല പാർക്ക് ചെയ്യ, നാല എന്തായിരുന്നു, സ്ട്രീം, അത് ക്രോസ് ചെയ്തു. ബാഗ് പാർക്ക് ചെയ്യ, പൂന്തോട്ടം കടന്നുപോയി. ഖേത് പാർക്ക് ചെയ്യ, അവരാ ഒരു
എന്താ പറയാ പാടവും അതുപോലെ തന്നെ ബർഗദ് കോ ഭി പീछे छोड़ दिया. അതുപോലെ ആ ആലിന്റെ ആ ഒരു മരം അതും കടന്നുപോയി. ലേക്കിൻ പക്ഷേ പോഖർ തക് പहुंचते पहुंचते നമ്മുടെ കുളം എത്തിയപ്പോഴേക്കും ദോനോ തക് ഗയെ ഓർ റുക് ഗയെ, രണ്ടുപേർക്കും ക്ഷീണമായിട്ട് അവരവിടെ നിന്നുപോയി. സർദി അഭി സോറി ഇവിടെ കപ്പടെ സൂഖ് ഗയെ ചോട്ടെ, നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിയില്ലോ ചെറുതെ. ഛട്ട്പട്ടിനെ ഹാഫ്തെ ഹുവേ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുവേ കഹാ. അപ്പൊ ഛട്ട്പട്ട് തന്നെ പറയണം, നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയല്ലോ. ഹാഫ്തെ ഹുവേ എന്ന് പറയുമ്പോൾ നമ്മൾ പാൻറ് ചെയ്യില്ലേ, എന്താ പറയാ കിതച്ചുകൊണ്ട് എന്നൊക്കെ പറയില്ലേ, ഒരു രണ്ടുപേരും ഓടിയിട്ടല്ലേ വരണേ. അപ്പൊ രണ്ടുപേരും ഭയങ്കരമായിട്ട് കിതച്ചിരിക്കുക. അപ്പൊ കിതച്ചും കൊണ്ട് പക്ഷെ നല്ല സന്തോഷത്തിലാണ് ഛട്ട്പട്ട് പറയണത്. ഹാ ബടേ വാക്കൈ കപ്പടേ തോ സൂഖ് ഗയേ, ശരിയാണല്ലേ, ശരിക്കും നമ്മുടെ രണ്ടുപേരുടെയും തുണികളൊക്കെ ഉണങ്ങിയല്ലോ. വാക്കൈ എന്ന് പറയുമ്പോൾ സച്ച്മേ, റിയലി, വാസ്തവമേ എന്ന് പറഞ്ഞ പോലെ, ഓക്കെ ശരിക്കും എന്നുള്ള പോലെ. നട്ട്കട്ടിനെ ഭി ഖുഷ് ഹോക്കർ കഹാ, നട്ട്കട്ടിനും ഭയങ്കര സന്തോഷമായി, അവനും പറഞ്ഞു. തഭി നട്ട്കട്ട് കോ പോഖർ കിനാരെ ഈ ചിക്നി ഗിട്ടി ദിഖായി പടി. അപ്പോഴാണ് ഈ നമ്മുടെ നട്ട്കട്ട് അവിടെ ഒരു എന്താണ് ഒരു നല്ല ഷൈനി ആയിട്ടുള്ള ഒരു പെബിൾ എന്ന് പറയുമ്പോൾ എന്താ, ഒരു വെള്ളാരങ്കല്ല് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നല്ലോണം തിളങ്ങണ ഒരു വെള്ളാരങ്കല്ല് കണ്ടു. നട്ട്കട്ടിന്റെ കയ്യിലല്ലേ കിട്ടണേ, അവൻ എന്തായാലും നിൽക്കില്ലേ. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അപ്പൊ അവൻ എടുത്തിട്ട് ഒന്ന് ഡയഗണലാക്കി, ഒന്ന് ലോപ്പ് സൈഡഡ് ആക്കി, ഒന്ന് ചെരിച്ചിട്ട്, തിരിച്ചേ ഹോക്കർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞിട്ട്, നേരെ എറിയണേന് പകരം ഒന്ന് ചെരിച്ചിട്ട് അവനത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പൊ പാനിക്ക് സതഹ പർ ഉछलती हुई, ഉछലന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യാം. നമ്മളിങ്ങനെ ബോളൊക്കെ എറിയുമ്പോൾ ബൗൺസ് ചെയ്ത് പോലെ നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ ഈ പാടത്തിലേക്കും കുളത്തിലേക്കും ഒക്കെ ഇങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വെള്ളത്തിൽ തട്ടി അത് വീണ്ടും ഇങ്ങനെ പോവും, ബൗൺസ് ചെയ്ത് പോവും. അതുപോലെ തന്നെ ഇവൻ എറിഞ്ഞപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് അവനത് എറിഞ്ഞു. അത് വെള്ളത്തിൽ ഇങ്ങനെ വന്ന് തട്ടി അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് അത് പോയി. ഓക്കെ, അങ്ങനെ അത് പോയി. देखा देखी झटपट ने भी एक गिट्टी उठाकर फेंक दी. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന ഛട്ട്പട്ടും ഒരു ചെറിയൊരു ഇതുപോലത്തെ ഒരു സാധനം എടുത്ത് എറിഞ്ഞു നോക്കി. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ്പ് ഹോ ഗയി. പക്ഷെ അവന്റെ വെള്ളാരങ്കൽ അങ്ങനെ തന്നെ വെള്ളത്തിൽ പോയി മുങ്ങി. ഗുഡുപ്പ് ഹോ ഗയി എന്ന് പറഞ്ഞാൽ മുങ്ങി. ബടേ തുമക്കോ ഗിട്ടി പേരാനാ നീ ആത്ത, എടാ വലുതേ നിനക്കൊരു ഇത്രയും പോകുന്നൊരു കല്ല് എറിയാൻ നിനക്ക് അറിയില്ലേ? ഹാ ചോട്ടേ തും സിഖാ സക്തയോ, ആടാ എനിക്കതൊന്നും അറിയില്ലടാ, നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ക്യോ നഹി അഭി ലോ, എന്തുകൊണ്ടല്ല, ഞാൻ പഠിപ്പിച്ചു തരാലോ. नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई और छटपट को दिखाते हुए बोला. അപ്പൊ നട്ട്കട്ട് പെട്ടെന്ന് ഒരു നട്ട്കട്ട് ധ്യാൻ സെ എന്ന് പറയുമ്പോൾ ഭയങ്കര സൂക്ഷ്മതയോട് കെയർഫുൾ ആയിട്ട് താഴെ നോക്കി അവനൊരു വെള്ളാരങ്കൽ എടുത്തിട്ട് ഛട്ട്പട്ടിന് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഗിട്ടി ऐसी लो जो ज्यादा भारी और खुरदुरी ना हो. അപ്പോൾ ഒരു കല്ലെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം, അതായത് ഒരു കല്ലെടുക്കുമ്പോൾ ऐसा लो जो ഭാരി ഓർ ഖുർദൂരി, ഭാരി എന്ന് പറഞ്ഞാൽ നല്ല ഹെവി, ഖുർദൂരി എന്ന് പറഞ്ഞാൽ റഫ്, നാ ഹോ അങ്ങനെ ആവരുത്, ഭയങ്കര വെയിറ്റ് ഉള്ളതും ഭയങ്കര റഫ് ആയിട്ടുള്ള കല്ല് എടുക്കരുത് എന്നാണ് പറയണത്. ബൽക്കി ഹൽക്കി ഓർ ചിക്കനി ഹോ. ഹൽക്കി എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ്, ഭാരിയുടെ നേരെ ഓപ്പോസിറ്റ് ഹൽക്കി. അതുപോലെ ഖുർദൂരി ചിക്കനി, ഖുർദൂരി ചിക്കനി. ഓക്കെ, അപ്പം ഭയങ്കര ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് പഠിച്ചു നോക്കിയായിരിക്കും കേട്ടോ നല്ലത്. ഹൽക്കി ഓർ ചിക്കനി ഹോ ഓർ ഇസ് തരഹ ഫേക്കോ. അപ്പൊ ഇങ്ങനെ തന്നെ എറിയണം എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ് ആര്, നമ്മുടെ നട്ട്കട്ട്. അപ്പൊ എന്താ പറഞ്ഞത്, ഭയങ്കര വെയിറ്റ് ഉള്ള കല്ല് എടുക്കരുത്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലാത്ത കല്ല് നോക്കി എടുക്കണം, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയൂ എന്നിട്ട് എറിഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ്. ലേക്കിൻ അബ് തക് ഛട്ട്പട്ട് കാ ധ്യാൻ ബൻ ചുകാ താ. പക്ഷെ ഇപ്പോഴേക്കും ഛട്ട്പട്ടിന്റെ ധ്യാൻ എന്ന് പറഞ്ഞാൽ കെയർഫുൾ, ഒരു കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയില്ലേ, ശ്രദ്ധ ഇല്ലാതെയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ കുറച്ചു നേരത്തിന് അധികം അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വഹ് പോഖർ കെ പാനി പർ തൈർത്തി ബത്ഖോ കോ ധ്യാൻ സേ ദിഖ് രഹാ താ. അപ്പോൾ ബത്ഖോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്സ്. ഓക്കെ, ഈ ഡക്കുകളൊക്കെ താറാവുകളെല്ലാം നീന്തി പോകണം നോക്കി ഇങ്ങനെ ആര് നിൽക്കുമായിരുന്നു, ഛട്ട്പട്ട്. അവിടെ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സസൈസ് പാർട്സും അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് മീനിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.